PSC നിയമന കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി വേണമെന്ന് CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ ആയിരുന്നു അംഗങ്ങളുടെ ഈ ആവശ്യം. വിഷയത്തിൽ പാർട്ടിക്ക് കുറച്ചുകൂടി വ്യക്തത നൽകാൻ ഉണ്ടെന്നായിരുന്നു സെക്രട്ടറിയുടെ മറുപടി. വിഷയം വിശദമായി ചർച്ച ചെയ്യാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. MS അനീഷ് കുമാർ ചേരുന്നു. ഇന്നലെ അനീഷ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറിയോട്. എന്നാൽ എല്ലാം അറിയില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയുന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് കണ്ടത്. അപ്പോൾ ഈ ടൗൺ ഏരിയ കമ്മിറ്റി ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകേണ്ട ഉത്തരവാദിത്വം, ബാധ്യത ജില്ലാ സെക്രട്ടറിക്ക് ഉണ്ടാകുമല്ലോ. തീർച്ചയായും. പക്ഷേ ഇന്നലെ ചേർന്ന യോഗം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിങ്ങിന്റെ കേന്ദ്രീകരിച്ചായിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ ഊന്നി തന്നെ ഇന്നലത്തെ അജണ്ടകൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുകയും ചെയ്ത്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ചില ശരിയല്ലാത്ത പ്രവണതകൾ പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന വിമർശനം ഉന്നയിക്കുകയും പാർട്ടിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു. പക്ഷേ ചർച്ച മറ്റൊരു വിഷയത്തിൽ ഊന്നിയാവണം, അല്ലെങ്കിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യണം എന്ന് പാർട്ടി പറഞ്ഞതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവി തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്ത് ഈ വിഷയം പരിഗണിക്കാൻ, അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ മറ്റൊരു യോഗം വിളിച്ചു ചേർക്കാമെന്നാണ് സെക്രട്ടറി അറിയിക്കുകയും യോഗം പിരിയുകയുമാണ് ഉണ്ടായത്. എന്തായാലും വളരെ വിശദമായ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇന്നലെ രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ, ഒപ്പം നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ പൂർണ്ണമായും ഇത്തരമൊരു വിവാദത്തെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഇത്തരമൊരു പരാതി പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന ആവർത്തനമാണ് മോഹൻ മാഷ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനുശേഷവും മറ്റു ചില ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PSC അംഗത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമല്ല, മറിച്ച് ഒരു PSC ജോലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ അഭിമുഖത്തിലേക്ക് യോഗ്യത ലഭിച്ചിരുന്നു. ആ അഭിമുഖ പരീക്ഷയിൽ പാർട്ടിയുടെ സ്വാധീനം കൊണ്ട് ജോലി ലഭിക്കുക, അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടൽ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ സമീപിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്തരമൊരു ആവശ്യം പിന്നീട് നടക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ പ്രകാരമുള്ള കാര്യം നടന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്ന വിവരമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. എന്തായാലും അത്തരം ചില വിഷയങ്ങളുണ്ട് എന്ന് തന്നെ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി സംബന്ധിച്ച ചില തെളിവുകൾ ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു വ്യക്തമായ ചിത്രം ഇതിൽ പാർട്ടിക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന ഒരു വിശദീകരണം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. ആ വ്യക്തതയ്ക്ക് ശേഷം മാത്രമേ ഒരു വിശദമായ ചർച്ചയിലേക്ക് കടക്കാൻ കഴിയൂ എന്നൊരു നിലപാട് പാർട്ടി സെക്രട്ടറി സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പാർട്ടി പിന്നീട് പരിശോധിക്കും. ഒരുപക്ഷെ ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിക്കുള്ള സാധ്യതകളും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. നിലവിൽ പക്ഷേ ഈ പരാതിക്കാരിയുമായി, അല്ലെങ്കിൽ പരാതിക്കാരുടെ കുടുംബവുമായി ഒരു ഒത്തുതീർപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ നൽകിയ പണം മുഴുവനായി തന്നെ തിരിച്ചു കൊടുത്തിരിക്കുന്നു. ഒപ്പം ഇവർ ഒരിക്കലും പരാതി നൽകില്ല എന്നൊരു ഉറപ്പ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം പാർട്ടിയുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന കുടുംബത്തിൽ നിന്നാണ് ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഈ പരാതിയോ മറ്റോ നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ കേസുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതിയാവാൻ പോവുക പണം നൽകാൻ തുനിഞ്ഞവർ തന്നെയാവും. കാരണം ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSCക്ക് പണം നൽകി സ്വാധീനിക്കാൻ കഴിയുക എന്നത് അങ്ങേയറ്റം വലിയ ഒരു പ്രവർത്തനമാണ്. അത് സർക്കാരിനും CPM-നും ഒക്കെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. ഒപ്പം നിരവധി നിയമപരമായ നടപടിക്രമങ്ങൾ പിന്നാലെ എത്താം. കേന്ദ്ര ഏജൻസികൾ പോലും അന്വേഷണം നടത്താൻ സാധ്യതയുള്ളൊരു വിഷയമായാണ് ഇതിനെ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ഒരു സാഹസത്തിലേക്ക് ഈ കുടുംബം കടക്കില്ല എന്ന് തന്നെയാണ് CPM ഇപ്പോൾ കണക്കാക്കുന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പരിശോധന ഉണ്ടായില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത്. രാവിലെ മുതൽ അദ്ദേഹം വലിയ തിരക്കുകളിലായിരുന്നു. ഉച്ചതിരിഞ്ഞും ഔദ്യോഗികമായി ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഇതിൽ ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം നിലവിൽ ചില മൊഴിയെടുക്കലുകൾ നടത്തി, അന്വേഷണം നടത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും അത് പൂർണ്ണമായും പോലീസ് തള്ളുകയായിരുന്നു. കാരണം ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഈ വാർത്ത ഈ നിമിഷം വരെ നിൽക്കുമ്പോഴും ഈ പരാതിക്കാരി ആര് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ചില സൂചനകളുണ്ട്, ചില ആളുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളുണ്ട് എങ്കിൽ പോലും ആ കുടുംബമാണെന്ന് ഏവർക്കും അറിയാം. പക്ഷേ ആ പേരുകൾ കൃത്യമായി പുറത്തേക്ക് വരാത്തൊരു സാഹചര്യം. ഇവർ പൂർണ്ണമായും നമ്മളടക്കമുള്ളവർ ബന്ധപ്പെടുന്ന
ബന്ധപ്പെടുമ്പോൾ ഇത്തരത്തിലൊരു കാര്യവും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് പോലീസിന് എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടാവില്ല. കാരണം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയുടെ പരാതി ലഭിച്ചെങ്കിൽ പോലും ഏത് തരത്തിലുള്ള കോഴ ആരോപണമാണ് വന്നത് എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആരാണ് കോഴ ആവശ്യപ്പെട്ട് പണം കൊടുക്കുകയും പിന്നീട് അത് ലഭിക്കാതെ വന്നപ്പോൾ പരാതി കൊടുക്കുകയും ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പരാതിയിലുമില്ല. അതുകൊണ്ട് ആ പരാതി വ്യക്തമല്ല. ആർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ ഈ പരാതി മടക്കാനാവും പോലീസ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിൽ അവ്യക്തത ഉണ്ട് എന്നത് തന്നെ. ആരാണ് പരാതിക്കാരി എന്ന് ഇപ്പോഴും വ്യക്തമാവാത്ത സാഹചര്യം ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പാർട്ടി ആഭ്യന്തര തലത്തിൽ നീങ്ങുന്നതിനുള്ള ആലോചനകളാണ് പുരോഗമിക്കുന്നത്. മറുവശത്ത് പുറത്ത് ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടുമാവും CPM സ്വീകരിക്കുക. എൽദോ. റൈറ്റ്. എന്നാലും PSC നിയമന കോടതി വിവാദത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആവശ്യം. ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഈ ആവശ്യം അംഗങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാലും അത് മറ്റൊരു ഇന്നത്തെ അജണ്ടയ്ക്ക് അനുസരിച്ച് പോയാൽ മതി എന്നുള്ള നിലപാടാണ് പക്ഷെ അവിടെ ഇന്ന് സ്വീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.